ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2020 ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ എ പെർഫെക്റ്റ് എനിമി എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോറി പറഞ്ഞു പോകുന്ന എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് തന്നെയാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പോലും കഴിയത്തില്ല. എനിക്കറിയാം, ഒന്ന് രണ്ടുപേര് കമന്റിൽ വന്നിട്ട് ഇൻട്രോ പറയുന്നത് കുറച്ച് കൂടുതലല്ലേ, ആ ഒരു തള്ള് ഇത്രയും സ്റ്റോറി ഇല്ലാന്നുണ്ടെങ്കിലും എന്റെ തള്ള് കുറച്ച് കൂടുതലാണെന്നുള്ള രീതിയിൽ ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു നോക്ക്. ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്ത് അവസാനം എത്തുമ്പോഴത്തേക്കും ഇതിന്റെ ക്ലൈമാക്സ് എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. അത് കമന്റിൽ കൊണ്ടുവന്നിടരുത്, ബാക്കിയുള്ളവർ കാണുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് കുറയും. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ മൂവിയെ പറ്റി വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്കൊരു സെക്കൻഡ് ചാനലും കൂടിയുണ്ട്. SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ 2.0 എന്നാണ് ആ ഒരു ചാനലിന്റെ പേര്. ഇതിന്റെ ലോഗോ ഒരു മഞ്ഞ നിറത്തിലാണെങ്കിൽ അതിന്റെ ലോഗോ ഒരു നീല നിറത്തിലായിരിക്കും. അതിൽ ഫാന്റസി ത്രില്ലർ മൂവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഉടനെ തന്നെ ആ ഒരു ചാനലിലും വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ഓടിച്ചെന്നിട്ട് ആ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം, മറക്കരുത്. കൂടാതെ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് ഒന്ന് കയറിയൊക്കെ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവത്തില്ല, നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ഓക്കെ, സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. ഇപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് പേര് ഒരുപാട് ദിവസമായിട്ട് കമന്റ് ഇടുന്നുണ്ട്, ഈ വീഡിയോ വളരെ സ്ലോ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന്. നമുക്ക് ഇങ്ങനെ അല്ലാതെ നോർമൽ ആയിട്ടുള്ള സ്പീഡിൽ ഒരിക്കലും വീഡിയോ ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഈ കോപ്പിറൈറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും മിക്ക ചാനലുകളും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ ഏത് ചാനലിൽ പോയി നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല, നമ്മൾ നോർമലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കോപ്പിറൈറ്റ് വന്നിട്ട് ഈ ഒരു ചാനൽ തന്നെ അടിച്ചു പോകും. അതുകൊണ്ടാണ് ആ ഒരു റിസ്ക് എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതിലെ സ്പീഡിൽ വേറെ ഏതെങ്കിലും ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് പോയി കാണാം. ഇതല്ലാതെ വേറെ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഇതും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള അത് ഒരു ആർക്കിടെക്ട് ആയിട്ടുള്ള ജെർമിസിനെ കാണിക്കുകയാണ്. അപ്പൊ അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ അവനെ ഒരുപാട് ഷോകളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജെർമിസ് ആയാലും ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ എല്ലാവരുടെ മുന്നിൽ നിന്നിട്ട് അവന്റെ എക്സ്പീരിയൻസ് എല്ലാം അവരോട് ഇപ്പോൾ ഷെയർ ചെയ്യാണ്. അതുപോലെ ജെർമിസ് ആണെങ്കിൽ ഇതിനെപ്പറ്റി ഒരുപാട് ബുക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ അവൻ ഒരുപാട് ഫാൻസ് ഉണ്ടാവുമല്ലോ, അവരെല്ലാം വന്നിട്ട് ഓട്ടോഗ്രാഫ് എല്ലാം ചോദിക്കുന്നു. അങ്ങനെ ഈ ഒരു ഫാൻസിനോടൊപ്പം തന്നെ നിന്ന് ഫോട്ടോസ് എല്ലാം എടുക്കുന്ന സമയത്താണ് ഡ്രൈവർ അവിടേക്ക് വന്നിട്ട് നിങ്ങൾ ഇനി അദ്ദേഹത്തെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെർമിസിനെയും കൊണ്ട് അയാൾ നേരെ വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ വെളിയിലേക്ക് വരുന്ന സമയത്താണ് വെളിയിൽ നല്ല മഴയുണ്ട്. അങ്ങനെ ഓടി കാറിലേക്ക് കയറിയിട്ട് നമ്മുടെ ജെർമിസ് ആ ഒരു കാറിൽ എയർപോർട്ടിലേക്ക് പോവാണ്. കാരണം ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കാണ് അവൻ വന്നിട്ടുള്ളത്. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഇനി നേരെ പോകേണ്ടത് അവന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രാഫിക്കിൽ വണ്ടി കൊണ്ട് നിർത്തുന്ന സമയത്താണ് പെട്ടെന്ന് ഇവരുടെ വണ്ടിയുടെ അടുത്തേക്ക് ഒരു ലേഡി വന്നിട്ട് ആ ഡോറിൽ ഇങ്ങനെ തട്ടുന്നു. അപ്പൊ ജെർമിസ് ആണെങ്കിലും ഗ്ലാസ് താഴ്ത്തിയിട്ട് അവളോട് ചോദിക്കും, അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, സോറി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു, എനിക്കൊരു വണ്ടി കിട്ടിയില്ല, നിങ്ങൾ എയർപോർട്ടിലേക്കാണോ, ഞാനും അങ്ങോട്ടാണ്, എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ഇത് കേൾക്കുന്നത് നമ്മുടെ ജെർമിസ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവളെയും കാറിലേക്ക് കയറ്റാണ്. അങ്ങനെ കാറിൽ കയറ്റിയിട്ട് ഇവർ വീണ്ടും മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ പേര് ജെർമിസ് എന്നാണോ, എന്റെ പ്രോഗ്രാം എല്ലാം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ലില്ല, നിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബുക്കിലെ അതിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പൊ അവളായാലും അവളുടെ പേര് പറയാണ്, എന്റെ പേര് ടെസൽ ടെക്സ്റ്റർ എന്നാണ്, താനൊരു ഡച്ചുകാരിയാണെന്ന് അവൾ പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെട്ട് ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അങ്ങനെ കുറച്ച് ദൂരം പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവൾ പെട്ടെന്ന് പറയുന്നത്, അയ്യോ ഞാനൊരു കാര്യം മറന്നു, എന്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി. നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു, എന്തായാലും എനിക്ക് എന്റെ ഫ്ലൈറ്റ് നഷ്ടപ്പെടും. ശരി, കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമില്ല, എന്നെ എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ ഇറക്കി വിട്ടോ, എനിക്ക് വേറെ വഴിയില്ല, ആ ഒരു ബാഗ് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ജെർമിസ് പറയും, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ബാഗ് എവിടെ വെച്ചേക്കുന്നത്, ഞാൻ കയറിയെടുത്ത്, നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ, എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ആ ഒരു ബാഗ് എടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് കാർ തിരിച്ച് നേരെ അവിടേക്ക് ചെന്ന് അവളുടെ ബാഗ് എടുത്ത് കാറിലേക്ക് കയറിയിട്ട് വീണ്ടും ഇവർ തിരിച്ചു വരാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവള് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, നിർത്തത്തില്ല. പക്ഷെ ജെർമിസ് ആണെങ്കിൽ അധികം അങ്ങനെ സംസാരിക്കാത്ത ഒരാളും, ഇങ്ങനെയുള്ള ഒരാളുടെ മുന്നിൽ സംസാരിക്കുന്ന ഒരാൾ വന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാനും ഇതുപോലെ തന്നെയാണ്, അധികം അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്. എൻ്റെ അടുത്ത് വന്നിരുന്ന ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ച് വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായാലും ദേഷ്യം വരും, എന്തായാലും നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജെർമിസിന് തോന്നുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഈ ഒരു കാർ എയർപോർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ജെർമിസിനും ആശ്വാസമായി. അവൻ പെട്ടെന്ന് ബാഗ് എടുത്ത്, അതുപോലെ ഫ്ലൈറ്റ് മിസ്സാവും, ലേറ്റായി വരെയല്ലേ, അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു എയർപോർട്ടിലേക്ക് കയറുമ്പോൾ വെളിയിൽ നിന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇതാണ് ആ ഒരു വലിയ എയർപോർട്ട്. ഈ ഒരു എയർപോർട്ട് ഇങ്ങനെ കാണിക്കാനും ഒരു കാരണമുണ്ട്, അത് അവസാനം പറയാം. അങ്ങനെ ജെർമിസ് ആണെങ്കിലും എത്ര ധൃതിയിൽ ഓടിയിട്ടും ഒരു കാര്യമില്ല, കാരണം അവൻ ഇപ്പോൾ പോകാനായിട്ടുള്ള ആ ഒരു ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ഉള്ളത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ജെർമിസ് ആണെങ്കിൽ തന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഇതേപോലെ എന്റെ ഫ്ലൈറ്റ് മിസ്സായി പോയി, ഞാൻ വരാണ്ട് കുറച്ച് ലേറ്റ് ആവും,
അങ്ങനെ ജെർമിസ് നേരെ അവിടെ നിന്നും വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ ഈ ഒരു എയർപോർട്ടിന്റെ മിനിയേച്ചർ മോഡൽ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ജെർമിസ് നേരെ അവിടേക്ക് ചെന്ന് അതിനകത്തേക്ക് നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ജെർമിസ് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഒരു മിനിയേച്ചറിനുള്ളിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ആ ഒരു ഭാഗത്ത് എന്തോ ഒരു ചുവന്ന കളർ മാത്രം അങ്ങനെ കാണുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് കാണിക്കുന്നത് ജെർമിസിന് ഇപ്പോൾ അറിയത്തില്ല, എന്താണ് കാരണമെന്ന് കാണുന്നത് നമുക്കും അറിയത്തില്ല. പക്ഷെ ഇവിടെയാണ് ചെറിയൊരു ടെസ്റ്റ്, വേറെ ഒന്നുമല്ല. സത്യത്തിൽ ഈ ഒരു എയർപോർട്ടിന്റെ ഡിസൈൻ ചെയ്തതേ ജെർമിസ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്തു വെച്ചൊരു മോഡലാണ് അവിടെ ഉള്ളത്. അങ്ങനെ അതെല്ലാം കണ്ട് ജെർമിസ് നേരെ ഒരിടത്തേക്ക് പോയിരുന്നിട്ട് അവന്റെ ടാബില് അവനെ പറ്റി എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾസ്, അതേപോലെ തന്നെ ഇപ്പൊ ആ ഒരു ഷോയിൽ എടുത്ത ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓരോന്നിട്ട് എടുത്ത് നോക്കുമ്പോൾ പുറകിലൊരു ശബ്ദം നമ്മുടെ രണ്ടുപേരുടെ ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു പോയല്ലേ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അത് ഹീറോയിനാണ്. അപ്പോൾ ജെർമിസിന്റെ മനസ്സിൽ എന്താണ്, ശല്യം വീണ്ടും വന്നു. കാറിലിരുന്ന് സംസാരിച്ച് കൊന്നത് എന്തായാലും അവൻ അറിയാം. ഇനിയിപ്പോ 2 മണിക്കൂറുണ്ട്. ഈ 2 മണിക്കൂർ ഇവളെ സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ട് തന്നെ ജെർമിസ് അവളെ എത്ര മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിരുന്നാലും ഹീറോയും വിടോ അവള് വെറുതെ ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ജെർമിസ് പറയും, സോറി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നീ അതെന്തിനാ ഇത്ര ദേഷിച്ച് പറയുന്നേ? അപ്പോൾ ജെർമിസ് പറയും, എന്ത് ഞാൻ ദേഷിച്ച് സംസാരിച്ചെന്നോ? അതെ, നിങ്ങൾ ഇത്തിരി ദേഷിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ജെർമിസ് പറയും, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണ്, നിങ്ങൾ കാരണമാണ് എന്റെ ഫ്ലൈറ്റ് എന്നെ നഷ്ടപ്പെട്ടത്, എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താനായിട്ട് വരുവാണോ? ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയും, നീ വീണ്ടും എന്നെ നിരാശപ്പെടുത്താണ്. അപ്പോൾ ജെർമിസ് ചോദിക്കും, സത്യം പറയും നിങ്ങൾക്ക് എന്താ വേണ്ടേ, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് ടെസൽ ടെക്സ്റ്റർ, ഞാനൊരു ഡച്ചുകാരിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതല്ല ഞാൻ ചോദിച്ചത്, നിനക്ക് എന്താ വേണ്ടേ? അല്ല നിനക്കൊന്നും എന്നെ ശല്യപ്പെടുത്താതെ ഇരുന്നൂടെ, നീ എന്തിനാ വെറുതെ എന്നോട് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, എനിക്കങ്ങനെ തോന്നിയിട്ട്. അല്ല നീ ഒരു ബിസിനസ് മാൻ ആണോ? നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ബിസിനസ് മാൻ ഒന്നുമല്ല, ഞാനൊരു ആർക്കിടെക്ട് ആണ്. ശരി നീ ഒന്ന് ചുറ്റിനും നോക്കിയേ എന്നിങ്ങനെ ഹീറോയിനോട് പറയുമ്പോൾ ഹീറോയിൻ ഇങ്ങനെ ചുറ്റിനും നോക്കാണ്. എന്നിട്ടാണ് ജെർമിസ് അവളെയും വിളിച്ച് ആ ഒരു മോഡലിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, ഇത് കണ്ടോ, ഈ ഒരു എയർപോർട്ട് മുഴുവൻ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചത് ഞാനാണ്. അപ്പോൾ ഹീറോയിൻ, അപ്പോൾ നീയാണല്ലേ ഇത് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഭാഗം ഇവിടെയാണല്ലേ, അവിടെയല്ല ഇവിടെ എന്ന് ജെർമിസ് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നീ ഈ ഒരു മോഡൽ ചെയ്ത് തീർത്തപ്പോൾ നിനക്ക് തൃപ്തി ഉണ്ടായിരുന്നോ? അപ്പോൾ ജെർമിസ് പറയും, ഞാനിത് ചെയ്ത സമയത്ത് എനിക്ക് തൃപ്തി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പുതുക്കി പണിയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, കൂടുതലൊന്നും ചെയ്യാനില്ലാതാവുമ്പോഴത്തേക്കാണ് നമ്മൾ ചെയ്ത ഒരു കാര്യത്തിൽ പൂർണ്ണത കൈവരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ജെർമിസ് ഓരോ പ്രോഗ്രാമുകളിലായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ പറയുന്ന അതേ ഡയലോഗാണ്. അപ്പോൾ ജെർമിസിന് എന്തോ സംശയം വന്നിട്ട് അവളോട് ചോദിക്കും, ഇപ്പോൾ ഞാൻ പോയിരുന്ന ആ ഒരു പ്രോഗ്രാമിൽ നീ പങ്കെടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇല്ലില്ല ഞാൻ ഇതുവരെ നിങ്ങളുടെ ഒരു പ്രോഗ്രാം പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ജെർമിസ് വീണ്ടും ആ ഒരു മോഡലിനുള്ളിലേക്ക് നോക്കുമ്പോൾ നേരത്തെ ഒരു ചുവപ്പ് കളർ കണ്ടല്ലോ ഇവർ നിന്ന ആ ഒരു സ്ഥലത്ത്, അവിടെ വീണ്ടും ആ ഒരു ചുവപ്പ് നിറം കുറച്ചുകൂടി കൂടുതലാണ്. അതെന്തോ ഈ ഒരു രക്തം കിടക്കുന്നത് പോലെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഹീറോയിൻ പെട്ടെന്ന് ജെർമിസിനോട് പറയും, ശരി നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക് കഴിച്ചാലോ? അപ്പോൾ ജെർമിസ് പറയും, ഇല്ല വേണ്ട എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എന്നോടൊപ്പം കമ്പനിക്ക് വാന്ന് പറഞ്ഞിട്ട് അവനോടൊപ്പം പോയിട്ട് ഈ കോക്ടെയിൽ ഉണ്ടല്ലോ അത് വാങ്ങി ഇങ്ങനെ കഴിക്കുകയാണ്. അത് ഈ സമയം തന്നെ ആ ഒരു മോഡലിൽ കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും നിന്ന് അതേ സ്ഥലത്ത് ആ ഒരു മോഡലിൽ മിനിയേച്ചർ പോലെ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ജെർമിസ് ചോദിക്കുന്നത്, അല്ല നീ എന്തിനാ വെറുതെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, എന്നെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയാതെ എനിക്കതിന് താല്പര്യമുണ്ട്. അപ്പോൾ ജെർമിസ് ചോദിക്കും, അല്ല നിന്നെപ്പറ്റി എന്നോട് പറയാനായിട്ട് നിനക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനും താല്പര്യമുണ്ടെന്ന് ഹീറോയിൻ പറയാണ്. എന്നിട്ട് ഹീറോയിൻ ജെർമിസിനോട് ചോദിക്കും, നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അപ്പോൾ ജെർമിസ് പെട്ടെന്ന്, എന്ത്? അതെ നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന്? ഞാൻ കുട്ടിക്കാലത്ത് ഒരാളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ജെർമിസ് പെട്ടെന്ന്, നീ എന്താ തമാശ പറയണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് എന്റെ കഥ കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. ഓക്കെ എനിക്ക് മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ എന്റെ സ്റ്റോറി പറയാനായിട്ട് ഞാൻ റെഡിയാണ്. നീ കേൾക്കാനായിട്ട് തയ്യാറാണെങ്കിൽ നിന്റെ കണ്ണുകൾ അടച്ച് ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. എന്റെ സ്റ്റോറി 3 ഭാഗങ്ങളായിട്ടാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റോറി വളരെ വെറുപ്പുളവാക്കുന്ന ഒന്ന്, രണ്ടാമത്തെ സ്റ്റോറി കുറച്ച് ഭയപ്പെടുത്തുന്നതും, മൂന്നാമത്തെ ഭാഗം നല്ല സ്നേഹത്തോടെ അവസാനിക്കുന്നതാണ്. ഓക്കെ നീ കേൾക്കാനായിട്ട് തയ്യാറല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിലും ഇനിയിപ്പോൾ 2 മണിക്കൂറല്ലേ എന്തായാലും കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഹീറോയിനായാലും അവളുടെ സ്റ്റോറി പറഞ്ഞു തുടങ്ങാണ്. ഞാനൊരു നഗരത്തിന്റെ ചെറിയൊരു ഭാഗത്താണ് ജീവിക്കുന്നത്. എൻ്റെ അമ്മയും അവളുടെ ഭർത്താവും 3 പൂച്ചകളടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. അപ്പോൾ ഹീറോ പെട്ടെന്ന് കണ്ണു വന്നിട്ട്, ഇനി എന്താ നീ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ളൊരു കുടുംബത്തിനടുത്ത് തന്നെയാണ് ഞാൻ താമസിച്ചിരുന്നത്. എൻ്റെ അയൽപ്പക്കക്കാര് നീ പറഞ്ഞതുപോലെ ഒരു കുടുംബമായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, അല്ലല്ല നിർത്ത്, നീ എന്ത് തരം വീടുകളാണ് നിന്റെ മനസ്സിൽ കണ്ടത്? വലിയ വലിയ കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെയാണോ? ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള സ്ഥലത്തല്ല താമസിച്ചത്. അതേപോലെ തന്നെ എനിക്ക് അയൽക്കാരും ഇല്ലായിരുന്നു. പിന്നെ നീ പറഞ്ഞതുപോലെ വലിയ വലിയ വീടുകളല്ല, ഈ ക്യാമ്പ് സിറ്റികളുണ്ടല്ലോ അവിടെയാണ് ഞാൻ താമസിച്ചത്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാണ്, എൻ്റെ കഥ വളരെ വെറുപ്പുളവാക്കുന്ന ഒന്നാണ്. ശരി ബാക്കി ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം നേരിട്ട പ്രശ്നം എന്താണെന്നറിയോ? ആഹാരമാണ്. കാരണം എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ആഹാരം പോലും എനിക്ക് രുചിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എൻ്റെ വീട്ടിൽ ആർക്കും നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം പല സമയത്ത് ഞാൻ ബുദ്ധിമുട്ടിയാണ് കഴിച്ചു തീർത്തത്. പക്ഷേ ഫാസ്റ്റോ ഇതെല്ലാം നല്ലതുപോലെ കഴിക്കും. അപ്പോൾ ഹീറോ പെട്ടെന്ന്, അല്ല നിക്ക് ഈ ഫാസ്റ്റോ ആരാ? ഫാസ്റ്റോ ഞാൻ പറഞ്ഞില്ലല്ലേ, അതെൻ്റെ രണ്ടാനച്ഛനാണ്. സത്യത്തിൽ എനിക്ക് അയാളെ വളരെ വെറുപ്പായിരുന്നു.
അയാൾ ഒരുപാട് ആഹാരം കഴിക്കും, വെറുതെ വീട്ടിൽ വഴക്കുണ്ടാക്കും. പക്ഷെ പല സമയത്ത് ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കാറാണ് പതിവ്. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ആ ഒരു 3 പൂച്ചകൾ അത് വഴിതെറ്റി വന്നതാണ്. അപ്പോൾ ഹീറോ പെട്ടെന്ന്, അല്ല നിന്റെ വീട്ടിൽ നിന്നെ ആരും സ്നേഹിച്ചിട്ടില്ലേ? ഇല്ല, സാധാരണ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമേ അമ്മ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ ആരും എന്നോട് മിണ്ടാറില്ല. പല സമയത്ത് ഞാൻ ആഹാരം വായിൽ നിന്ന് ഇറക്കാൻ തന്നെ ബുദ്ധിമുട്ടി അത് വെറുതെ തുപ്പിക്കളയുമായിരുന്നു. ഇത് കണ്ട ഫാസ്റ്റ് ആണെങ്കിലോ എൻ്റെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഇത് കണ്ടിട്ട് പോലും നിന്റെ അമ്മ ഒന്നും പ്രതികരിച്ചില്ല? ഇല്ല, അതിന് വരെ എൻ്റെ അമ്മ എന്താ ചെയ്യുന്നതെന്നറിയോ? എനിക്കൊരു ശിക്ഷയായിട്ട് എനിക്ക് ചെറിയൊരു ജോലി തന്നു, പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന ജോലി. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? അതാണ് ഏറ്റവും വെറുക്കുന്നൊരു ജോലി. പഴയ മാംസവും മുയലിന്റെ കുടല് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിക്കുക. അതിലും നല്ലത് അടി കിട്ടിയാൽ മതി എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതും മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഇതെല്ലാം ഞാൻ തയ്യാറാക്കേണ്ടത് എൻ്റെ സ്വന്തം കൈ കൊണ്ട്. ഇതാണ് എൻ്റെ പൂച്ചകൾ കഴിക്കുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിനക്ക് ഈ ഒരു ശിക്ഷ തന്നിട്ടും നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം ഒരു മോശമായിട്ടുള്ള കാര്യം സംഭവിച്ചു. ഞാനൊരു ദിവസം പൂച്ചകൾക്ക് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതേ സമയം ഈ പൂച്ചകൾ ചുറ്റിലും നടക്കുന്ന ശബ്ദം, ഈ വീട്ടിലെ അവസ്ഥ, ഇതെല്ലാം കാരണം ആലോചിച്ച് എനിക്ക് ആകെ ഭ്രാന്തായി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയോ? ആ പൂച്ചയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ഫുഡ് അതങ്ങനെ പച്ചയ്ക്ക് വാരി കഴിക്കാൻ തുടങ്ങി. ഇത് കാണുന്ന നമുക്കും അതേപോലെ തന്നെ കേൾക്കുന്ന ഹീറോയ്ക്കും പെട്ടെന്ന് വോമിറ്റിംഗ് വരികയാണ്. അപ്പോൾ ഹീറോയും പറയും, ഇതൊന്നും ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് സുഹൃത്തുക്കളില്ല, ഈ ഒരു ദേഷ്യമെല്ലാം കാരണം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി, അങ്ങനെ ഞാനത് ചെയ്തു പോയതാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെർമിസ് പെട്ടെന്ന് ഹീറോയിനോട് പറയും, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ പോലെയുള്ള കേസുകൾക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഡോക്ടറിനെ പോയി കാണേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ ഭ്രാന്താണെന്നുള്ള രീതിയിലാണ് അവനിപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോഴേക്കും അവള് പെട്ടെന്ന്, ഓക്കെ ശരി, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും നിന്നെ ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ പോവാണെന്ന് പറയുമ്പോൾ ജെർമിസ് പുറകെ വന്നിട്ട്, ഒരിക്കലും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ അവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, നിനക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, ബാ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോവാന്നും പറഞ്ഞിട്ട് കഴിക്കാനായിട്ട് ചെല്ലാണ്. അപ്പോഴേക്ക് ജെർമിസ് പുറകെ വന്നിട്ട്, അല്ല നീ പറഞ്ഞ കഥയില് നീ ആരെങ്കിലും കൊല്ലുന്നതായിട്ടോ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, ഞാൻ ആ ഒരു ഭാഗത്തേക്കാണ് പറഞ്ഞു വന്നത്. ആ ഒരു സമയത്ത് എനിക്ക് 12 വയസ്സായിരുന്നു. അന്ന് ഞാൻ പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ ഫെലിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളാണ് എൻ്റെ ഏക സുഹൃത്ത്. എൻ്റെ സുഹൃത്ത് എന്നതിലുപരി ക്ലാസ്സിലെ നല്ലൊരു പഠിക്കുന്ന കുട്ടി. അത്ര നല്ല കുട്ടിയല്ലെങ്കിലും ബെല്ലെ ഡാൻസിൽ അവളും പിടിക്കായിരുന്നു. അപ്പോൾ ഹീറോ പറയും, എൻ്റെ സ്കൂളിലും ഇതുപോലൊരു പയ്യനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോയും പെട്ടെന്ന് അവനോട് ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ നിനക്ക് അവനെ കണ്ടിട്ട് ആ ഒരു സമയത്ത് അസൂയ തോന്നിയിട്ടില്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ സ്റ്റോറി പറയുന്ന സമയത്ത് ജെർമിസ് എപ്പോഴും ചിന്തിക്കുന്നത് അവൻ പഠിക്കുന്ന ആ ഒരു സ്കൂള്, അവൻ ജീവിച്ച ആ ഒരു സാഹചര്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടാണ് ആ ഒരു സ്റ്റോറി അവൻ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും, ശരി ഞാൻ പറഞ്ഞു തരാം, എൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു സ്കൂളായിരുന്നു, ഒരു പഴയ മ്യൂസിയം പോലെ. ആ ഒരു സമയത്ത് ഒരു അസുഖം പിടിച്ച ഒരു വയ്യാത്ത പെൺകുട്ടി എങ്ങനെയായിരിക്കും അതുപോലെ ആയിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് എൻ്റെ പൂച്ചയോട് വെറുപ്പ് കൂടിക്കൂടി വന്നു. അതുപോലെ നിനക്കൊരു കാര്യം അറിയോ, എൻ്റെ സുഹൃത്തില്ലേ, അവൾക്ക് എല്ലാം ഉണ്ട്, ആവശ്യത്തിന് കളിപ്പാട്ടം, ചോദിക്കുന്ന കാര്യങ്ങൾ, നല്ല കുടുംബം, അവളെ സ്നേഹിക്കാനായിട്ട് ഒരുപാട് പേര്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുമല്ല അങ്ങനെ ഒരു ദിവസം ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ദേഷ്യമെല്ലാം ഞാൻ തീർക്കുന്നത് അവളുടെ പാവകളിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. പക്ഷെ ഒരിക്കലും ആ ഒരു കാര്യം കൊണ്ട് അവൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. പകരം അവൾ എന്തോ എന്നെ ഒരു സഹതാപത്തോടു കൂടിയാണ് നോക്കിയിരുന്നത്. ഓക്കെ, ഇവിടെയാണ് എൻ്റെ സ്റ്റോറിയുടെ ഭയപ്പെടുത്തുന്ന ഒരു ഭാഗം വരുന്നത്. ഒരു ദിവസം എൻ്റെ അമ്മയും ഫാസ്റ്റോയും അവരെന്തോ വഴക്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് മുറിക്കകത്ത് പുതപ്പെല്ലാം മൂടി ഞാൻ എൻ്റെ കട്ടിലിൽ കിടക്കുമായിരുന്നു. അന്നേ ദിവസം തന്നെ എനിക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഉള്ളിലെ ഡീമനെ പുറത്തേക്ക് കൊണ്ടുവന്ന ദിവസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിൻ കുട്ടിക്കാലത്ത് അവളുടെ റൂമിലിരുന്നിട്ട് അവളുടെ ഫ്രണ്ടിനോട് എന്തോ ദേഷ്യമുള്ളതുപോലെ എന്തോ ഒരു മന്ത്രം പറയുന്നതും ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ആ ഒരു കുട്ടിക്ക് എന്തോ ഒരു അസുഖം വന്നതുപോലെ പെട്ടെന്ന് എഴുന്നേറ്റ് വെള്ളം കുടിക്കാനായിട്ട് ഗ്ലാസ്സിലേക്ക് പിടിക്കുന്നതും അത് നേരെ താഴേക്ക് വന്ന് വീണ് പൊട്ടുകയാണ്. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയായാലും ഇതറിയാതെ പെട്ടെന്ന് എഴുന്നേറ്റ് താഴേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒരു ഉടഞ്ഞ ഗ്ലാസ്സിലേക്കെല്ലാം ചവിട്ടി അവളുടെ കൈയും കാലെല്ലാം മുറിഞ്ഞ് നേരെ അതിലേക്ക് വന്ന് വീണ് ആ ഒരു പെൺകുട്ടി അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ കുട്ടിക്കാലത്ത് ഇതുപോലെ പറഞ്ഞതുകൊണ്ട്, ആ ഒരു മന്ത്രം പറഞ്ഞതുകൊണ്ടാണ് തൻ്റെ സുഹൃത്ത് അതേപോലെ മരിച്ചതെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവൾ ഒരാളെ കൊന്നെന്നുള്ള രീതിയിൽ നമ്മുടെ ജെർമിസിനോട് ഈ ഒരു കഥ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ ആ ഒരു വിവരം അറിഞ്ഞു. എൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് എൻ്റെ സുഹൃത്ത് മരിച്ചെന്ന് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് പറയുമ്പോൾ എനിക്കറിയാമായിരുന്നു ഞാനാണ് അവളെ കൊന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജെർമിസ് പറയും, നീ പറഞ്ഞതുപോലെ എല്ലാവരെയും കൊല്ലാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ദേ നമ്മുടെ ചുറ്റിനും ഒരുപാട് പേര് ഇരിപ്പുണ്ട്, ഇവരാരും ഇപ്പോൾ ജീവനോട് ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, ഒരിക്കലും അങ്ങനെയല്ല, എൻ്റെ വെറുപ്പാണ് അവളെ കൊന്നത്, പക്ഷെ പിന്നീട് എനിക്ക് ആ ഒരു ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജെർമിസ് ഇനിയിപ്പോൾ എന്തായാലും അവനെ ഹീറോ എന്ന് വിളിക്കാം. ഹീറോ ചിന്തിക്കും, അല്ലെ ഇനിയിപ്പോൾ ഇവൾക്ക് ശരിക്കും വട്ട് തന്നെയാണോ? കാരണം ഇതുപോലൊരു കഥ പറയുമ്പോഴത്തേക്കും കേൾക്കുന്ന ആർക്കും അത് തന്നെയാണ് തോന്നുന്നത്. എന്നിട്ട് ജെർമിസ് പെട്ടെന്ന് അവളോട് പറയും, ശരി ഈ ഒരു ഭൂതങ്ങള്, പ്രേതങ്ങള്, കൊലപാതകം, ഈ ഒരു കഥയെല്ലാം കേട്ട് ഞാൻ മടുത്തു, നമുക്ക് എന്തായാലും പിന്നീട് കാണാം എന്നും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് ഈ ഒരു വാഷ്റൂമിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് ആണുങ്ങൾക്കുള്ള വാഷ്റൂമാണ്, പക്ഷേ അതിനകത്തേക്ക് ഇപ്പോൾ അവൾ കയറി വരികയാണ്.
എന്നിട്ട് അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ അകത്തേക്ക് കയറുന്ന ആ ഒരു ടോയ്ലറ്റിലേക്ക് കയറി ആ ഡോറ് പോലും അടയ്ക്കാതെ അതിനകത്തേക്ക് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും വെളിയിൽ മറ്റൊരാൾ വന്നു. അതുപോലെ അവൾ കാര്യമാക്കുന്നില്ല. ഇവൾ എന്താണ് ചെയ്യുന്നത് ജെർമിസിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഹീറോയിൻ നേരെ വെളിയിലേക്ക് വരുമ്പോൾ ജെർമിസ് പെട്ടെന്ന് ബാത്റൂമിനകത്തേക്ക് കയറിയിട്ട് ആ ഡോർ അടച്ചകത്തിരിക്കും. അതേസമയം വെളിയിൽ എന്തോ ശബ്ദം കേട്ട് അവൻ പതി ആ ഒരു ഡോർ തുറന്ന് നോക്കുമ്പോൾ ഹീറോയിന്റെ കയ്യിൽ ഒരു കത്തി ഇരിക്കുന്നു. അവൾ അതിന് കത്തി കൊണ്ട് പല്ലൊക്കെ ഇങ്ങനെ കുത്താണ്. അതുപോലെ ജെർമിസിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം അവള് ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് തറയിലെല്ലാം ഇങ്ങനെ വരച്ച് നടക്കുകയാണ്. ജെർമിസ് പെട്ടെന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. അങ്ങനെ അവൻ നേരെ വെളിയിലേക്ക് വന്നിട്ട് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മോഡൽ ഉണ്ടല്ലോ അതിനടുത്തൂടെ നടന്നു പോയിട്ട് ഇവരിയ്ക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഇപ്പോൾ ഒരുപാട് രക്തം കിടക്കുന്നത് പോലെ ആ ഒരു കളർ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് ജെർമിസ് ആണെങ്കിൽ ഒരിടത്തേക്ക് പോയിരുന്ന് ഹീറോയിൻ പറഞ്ഞ ആ ഒരു കഥകളെല്ലാം വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്. അതേസമയം ഹീറോയിൻ അവന്റെ അടുത്തേക്ക് വന്നിട്ട് കൈ കാണിക്കുമ്പോൾ ജെർമിസ് ഇപ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. പകരം അവന്റെ ഇയർഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചിട്ട് മ്യൂസിക്കും പ്ലേ ചെയ്ത് അതും കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ അവളാണെങ്കിലും ജെർമിസിന്റെ മുന്നിലേക്ക് വന്നിരുന്നിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കുന്നു. അവനാണെങ്കിലോ അവൾ പറയുന്ന ആ ഒരു കാര്യം കേൾക്കാതിരിക്കാൻ വേണ്ടി മ്യൂസിക് ആ ഒരു വോളിയം നല്ലതുപോലെ കൂട്ടി അങ്ങ് വയ്ക്കും. അങ്ങനെ എന്ത് ചെയ്തിട്ടും ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നില്ല. അവൾക്ക് മനസ്സിലായി അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ ശ്രദ്ധിക്കാൻ വേണ്ടി അവൾ പല കോപ്രായങ്ങളും അവന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ കാണിക്കാണ്. എന്നിട്ട് അവളുടെ ആ ഒരു കോട്ട് ഊരിയിട്ട് അവന്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. പല രീതിയിൽ ഡാൻസ് കളിക്കുന്നു. അവസാനം അവൻ ശ്രദ്ധിക്കുന്നില്ല എന്നാവുമ്പോഴത്തേക്കും കാലും പൊക്കി നേരെ അവന്റെ മുന്നിലേക്ക് ചെന്നങ്ങ് നിൽക്കും. ഇത് കാണുന്ന നമ്മുടെ ജെർമിസ് വെയിറ്റ് ഇവിടെ ആളുകളെല്ലാം ചുറ്റിനുണ്ട്, അവരെല്ലാവരും കാണുമെന്ന് പറയുമ്പോൾ അതെ നീ ഇയർഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറയുന്നതും അങ്ങനെ അവനായാലും ചെവിയിൽ നിന്ന് ആ ഒരു ഇയർഫോൺ എടുത്തിട്ട് അവന്റെ ആ ഒരു ടാബില് ഇവന്റെ കൂടെ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ ഫോട്ടോ എടുത്തിരുന്നു. അതിലൊരാളുടെ ഷൂസിന്റെ സോക്സ് ഉണ്ടല്ലോ അതേപോലെ ഒരു സോക്സ് ആണ് ഹീറോയിൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവൻ ചോദിക്കും സത്യം പറയും നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ വീണ്ടും എന്റെ പേര് ടെസൽ ടെക്സ്റ്റർ, ഞാനൊരു ഡച്ചുകാരിയാണ്. അതല്ല, നീ എന്റെ ഷോയിൽ പങ്കെടുത്തിരുന്നോ? ഇല്ല, ഞാൻ നിന്നെ ആ ഒരു റോഡിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ എന്ന് പറയുമ്പോൾ ഇല്ലല്ല എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ച് അതേപോലെ തന്നെ ആ ഒരു ഷോ നടത്തിയ ആളുകൾ അതേപോലെ തന്നെ അവിടെ ഫോട്ടോ എടുത്ത ക്യാമറമാൻ ഇവരെല്ലാവരെയും വിളിച്ച് ഇവളുടെ പേര് മറ്റു വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി അവിടേക്ക് വന്നോ ഇല്ലയോ എന്ന് അവരോട് അന്വേഷിക്കുമ്പോഴത്തേക്ക് അവർ പറയും ശരി സാർ ഞങ്ങൾ അന്വേഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ വിളിച്ച് പറയാന്ന് പറയുമ്പോൾ എന്നിട്ട് ഹീറോ അവളോട് പറയും ഞാൻ എപ്പോഴും നിന്നെ പറ്റി ചോദിക്കുമ്പോൾ നീ നിന്റെ പേരും സ്ഥലവും റിപ്പീറ്റ് ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരാളെ ഒരു കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയും, അതുകൊണ്ടല്ലേ എന്ന് പറയുന്നതും അവിടെ നിന്ന് ഫോൺ കോൾ വരികയാണ്. ജെർമിസ് എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് സാർ നിങ്ങൾ പറഞ്ഞതുപോലെ ടെസൽ ടെക്സ്റ്റർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര് ആലീസ് എന്നാണെന്ന്. അപ്പോൾ ഹീറോ പെട്ടെന്ന് അവളോട് ചോദിക്കും സത്യം പറയും നിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ടെസൽ ടെക്സ്റ്റർ എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. അപ്പോൾ ഹീറോ പറയും എനിക്ക് വിശ്വാസമില്ല, നിന്റെ പാസ്പോർട്ട് എടുത്ത് കാണിക്കാൻ പറയുമ്പോൾ അവൾ ആ ഒരു പാസ്പോർട്ട് എടുത്ത് കാണിക്കുമ്പോൾ അതിലും കറക്റ്റ് പേര് തന്നെയാണ്. എന്നിട്ടാണ് നമ്മുടെ ഹീറോയിൻ ജെർമിസിനോട് ചോദിക്കുന്നത് അല്ല നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ? അതെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഓ അങ്ങനെയാണല്ലേ, ഞാനും ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ജെർമിസ് ഇടുന്ന് ശരി അങ്ങനെയാണെങ്കിൽ നിനക്ക് അയാളെ വിളിച്ച് ശല്യപ്പെടുത്തിയേ പോരെ, എന്നോട് സംസാരിച്ച് നിന്റെ സമയം കളയുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല അതിനൊരിക്കലും കഴിയത്തില്ല, കാരണം ആ ഒരാൾ മരിച്ചുപോയി. അപ്പോൾ ജെർമിസ് പറയും ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു മരിച്ച ആളെ പറ്റി മാത്രം ചിന്തിച്ച് നീ എന്തിനാ നിന്റെ സമയം കളയുന്നേ, ഈ ലോകത്ത് വേറെ ആണുങ്ങളില്ല എന്നാണോ എന്ന് പറയുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് അതിന് ഞാനൊരു ആണിനെയാണ് സ്നേഹിച്ചതെന്ന് നിന്നോട് ആരാ പറഞ്ഞേ, ഞാൻ സ്നേഹിച്ചത് ഒരു സ്ത്രീയാണ്. എന്നിട്ടാണ് ഹീറോയിൻ അവളുടെ മൂന്നാമത്തെ സ്റ്റോറി ഇവിടെ വെച്ച് പറയുന്നത്. അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഏകദേശം പ്രായപൂർത്തിയായപ്പോൾ എൻ്റെ വീടും സ്ഥലവും വിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പോയത് നേരെ പാരീസിലേക്കാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആ ഒരു സുന്ദരിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, അത് ഒരു സെമിത്തേരിയിൽ വെച്ച്. അങ്ങനെ ഞാൻ അവിടെയുള്ള ആ ഒരു സെമിത്തേരിയിലൂടെ നടന്നു പോകുന്ന ദിവസമാണ് ഒരു പ്രത്യേകതരം കല്ലറയുടെ മുന്നിൽ വെച്ച് ഞാൻ അവളെ കാണുന്നത്. ആ ഒരു കല്ലറയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അതിന് മുകളിൽ ഒരു കിടക്കുന്ന പ്രതിമയുണ്ട്. അങ്ങനെയാണ് ഞാൻ അവളെ അവിടെ വെച്ച് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും അവൾ ആ ഒരു കല്ലറയുടെ മുന്നിലേക്ക് വരും. എല്ലാ ദിവസവും ഞാനും അതിലേക്ക് പോകുമ്പോൾ അവളെ എന്നും കാണാറുണ്ട്. അങ്ങനെ അവളോട് ഞാൻ ഒരു ദിവസം മിണ്ടാനായിട്ട് ശ്രമിച്ചു. ഓരോ തവണയും ഞാൻ അവളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവൾ ഒരിക്കലും എന്നോട് മറുപടി പറയാതെ അവിടെ നിന്ന് പോവാണ് ചെയ്തത്. പക്ഷെ അവളുടെ ആ ഒരു നോട്ടം അത് മാത്രം എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് ഏത് രീതിയിലാണ് ഞാൻ അവളെ ഫോളോ ചെയ്തതെന്നറിയോ? അവൾ എനിക്ക് റേപ്പ് ചെയ്യണമായിരുന്നു, ആ ഒരു വികാരത്തോടു കൂടിയാണ് ഞാൻ അവളെ ഫോളോ ചെയ്തത്. അങ്ങനെ ഞാൻ അവളെ ഫോളോ ചെയ്ത് പോകുന്നത് അവൾക്ക് മനസ്സിലായിട്ട് അവൾ പേടിച്ച് ഓടാൻ തുടങ്ങി. ഞാൻ അവളുടെ പുറകെ തന്നെ ഓടി. ഒരുപാട് ദൂരം ഓടിയിട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് ഒളിച്ചിരുന്നു. പിന്നീട് അവളെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു കല്ലെടുത്ത് അവളുടെ തലയിലേക്ക് ഞാൻ അടിച്ചു. അത് കഴിഞ്ഞ് അവളെ വലിച്ചഴച്ച് അടുത്തുള്ളൊരു ദേവാലയമുണ്ട്, അതിനകത്തേക്ക് ഞാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവളുടെ കൈകൾ ബെൽറ്റ് ഉപയോഗിച്ച് ഞാൻ അവിടെ കെട്ടിയിട്ടതിന് ശേഷം അവളെ റേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോഴും അവൾ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് എന്നെ തട്ടിക്കളഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. ഞാൻ അവളുടെ പുറകെ പോകാൻ ശ്രമിച്ചു, പക്ഷേ അതിന് മുന്നേ തന്നെ അവൾ ആളെ വിളിച്ചു കൂട്ടി. പിന്നീട് ആരോ ആംബുലൻസ് വിളിക്കുന്ന ആ ഒരു ശബ്ദം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ ഒരുപാട് അന്വേഷിച്ചിരുന്നു, എവിടെയും കണ്ടു കിട്ടിയില്ല.
പിന്നെ ഡിസംബർ അവസാനം മഞ്ഞ് വീഴുന്ന ആ ഒരു സമയം ഞാൻ എപ്പോഴും വെർജിൻ ആയിരുന്നു. അവൾ എങ്ങനെയാണെന്ന് എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. എന്തെല്ലാം പറയുമ്പോഴത്തേക്ക് ജെർമിസ് പറയും, അല്ല സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നിനക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്ത് തന്നെയാണ്. നീ നല്ലൊരു ഡോക്ടറെ പോയി കാണുന്നതായിരിക്കും നല്ലത്. അതുമല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ നീ എന്തിനാ എന്നോട് പറയുന്നേ? കാരണം എന്താണെന്നറിയോ, നീ ആദ്യമായിട്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ അത്രയും സ്നേഹിച്ചൊരു വ്യക്തിയെ നീ ആക്രമിച്ചു. അത് കഴിഞ്ഞിട്ട് നിനക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഒരാളെ പിടിച്ച് നിർബന്ധിച്ച് സംസാരിപ്പിക്കുന്നു. നിന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ നീ മറ്റുള്ളവരെ എന്തിനാ വെറുതെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? പക്ഷേ നമ്മുടെ ജെർമിസ് ഇത്രയും പറഞ്ഞിട്ടും അവൾ അതൊന്നും വലിയ കാര്യമാക്കാതെ, ഞാൻ എൻ്റെ സ്റ്റോറി പറഞ്ഞു തീർത്തോട്ടെ ജെർമിസ് എന്ന് പറഞ്ഞ അവളുടെ സ്റ്റോറിയുടെ ബാക്കി പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ ആ ഒരു നഗരം മുഴുവനായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. എന്റെ ജോലി മറ്റെല്ലാം മാറ്റിവെച്ച് അവളെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഒരേ ഒരു ലക്ഷ്യം. പാരീസിന്റെ പല ഭാഗങ്ങളും ഞാൻ അരിച്ചു പെറുകിയിട്ടും അവളെ എവിടെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിനക്ക് എന്നോടൊരു ചോദ്യം ചോദിക്കണമെന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ ഒരു സ്ത്രീയെക്കാട്ടും നല്ല സ്ത്രീകൾ വേറെ ഇല്ലേന്നല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നെ പോലെ മറ്റൊരാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം അതെനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വിശ്വാസം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ അതോടെ ഞാൻ എന്റെ അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ചു. 2 വർഷം ഞാൻ അവളെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ എന്റെ ഫേവററ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഞാൻ അവളെ വീണ്ടും കണ്ടു. അങ്ങനെ ഞാൻ വീണ്ടും അവളെ പിന്തുടരാൻ തുടങ്ങി. പക്ഷേ ഇത്തവണ ഞാൻ അവളെ കണ്ടുമുട്ടുമ്പോൾ അവൾക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. എന്നെ കണ്ടതോ അന്ന് നടന്ന സംഭവമോ ഒന്നും അവൾ ഓർക്കുന്നില്ല. ഞാനത് അവളോട് ചോദിച്ചിരുന്നു. പക്ഷേ അവൾ നല്ല രീതിയിൽ മറവിയുള്ള ഒരാളായിരുന്നു. സത്യത്തിൽ ആ ഒരു മറവി എനിക്കൊരു ഭാഗ്യമായിരുന്നു. അങ്ങനെ ഞാൻ അവളോട് കൂടുതൽ പരിചയപ്പെട്ടു, സംസാരിക്കാൻ തുടങ്ങി. അവളുടെ അഡ്രസ്സും ഫോൺ നമ്പറും വാങ്ങി. ഈ 2 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഇത്രയും വലിയൊരു സന്തോഷം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ എന്റെ പ്രണയം ഈ 2 വർഷത്തിന് ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. അവൾ ആൾറെഡി കല്യാണം കഴിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അവളുടെ ഭർത്താവ് ആ ഒരു സമയത്ത് വീട്ടിലില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവളോടൊപ്പം ഒരുപാട് നേരം സംസാരിച്ച് ഈ സംസാരത്തിനിടയിൽ ഹീറോയിൻ നല്ലതുപോലെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ഒരു ചിരി കേൾക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സ്ത്രീക്ക് മനസ്സിലാവുന്നത് 2 വർഷത്തിന് മുന്നേ അവരെ വലിച്ചഴിച്ച് ആ ഒരു റൂമിനകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഹീറോയിൻ ഇതുപോലെ ചിരിച്ചിരുന്നു. അതുകൊണ്ട് അന്ന് തന്നെ ഉപദ്രവിച്ച അതേ സ്ത്രീ തന്നെയാണ് ഇതെന്ന് അവർക്ക് മനസ്സിലായിട്ട്, അങ്ങനെ ഇതും കൂടി ആയപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാനാണ് അവളെ ഉപദ്രവിച്ചതെന്ന്. ഇത് മനസ്സിലാക്കി അവൾ പെട്ടെന്ന് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും ഞാൻ അവളോട് ഒരുപാട് പറഞ്ഞു നോക്കി. ഈ 2 വർഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഞാൻ ഇനി ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല എന്നെല്ലാം പറഞ്ഞു നോക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ ഒരിക്കലും അത് കേൾക്കാൻ തയ്യാറായില്ല. അവളുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവൾക്ക് എന്നോട് പ്രതികാരം ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്റെ കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കാനായിട്ടല്ല വന്നത്. നിനക്ക് എന്നോട് പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഈ ഒരു കത്തി ഉപയോഗിച്ച് എന്നെ കുത്തിക്കോ, വേണമെന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലാം എന്നെല്ലാം പറയുന്ന സമയത്ത് അവൾ അവിടെ നിന്നും പേടിച്ച് ഓടാൻ തുടങ്ങി. അങ്ങനെ ഞാനും അവളുടെ പുറകെ പോയി അവളെ പിടിക്കുന്ന സമയത്ത് ഞാൻ സ്വയം ആ ഒരു കത്തി ഉപയോഗിച്ച് അവളുടെ വയറിലേക്ക് കുത്തുമായിരുന്നു. അതുമല്ല, ഞാൻ അവസാനമായിട്ട് അവളുടെ പേര് വിളിക്കുന്നതിന് മുന്നേ തന്നെ അവൾ എന്റെ കൺമുന്നിൽ വെച്ച് എന്നെ മരിക്കുകയും ചെയ്തു. ഇത്രയും വർഷം ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്ത് അവസാനം അവളുടെ പേര് പോലും വിളിക്കാൻ കഴിയാതെ എന്റെ മുന്നിൽ വെച്ച് അവൾ മരണപ്പെട്ടു. എന്നിരുന്നാലും അവളുടെ പേരെന്താണെന്ന് എനിക്ക് അറിയണമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന ഒരു ഫോട്ടോ എടുത്ത് അതിന് പുറകിൽ നോക്കുമ്പോഴത്തേക്ക് അതിൽ ആ ഒരു പേരുണ്ടായിരുന്നു. അവളുടെ പേര് ഇസബെല്ല എന്നാണ്. എന്നും പറഞ്ഞ ആ ഒരു ഫോട്ടോ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ച് നമ്മുടെ ഹീറോയിൻ എടുക്കുന്ന ആ ഒരു ഫോട്ടോ ജെർമിസും ഇസബെല്ലയും കൂടി നിൽക്കുന്ന ആ ഒരു ഫോട്ടോയാണ്. വേറെ ഒന്നുമല്ല, ഇസബെല്ലയുടെ ഭർത്താവാണ് ജെർമിസ്. എന്നിട്ട് ഹീറോയിൻ ജെർമിസിനോട് പറയും, അത് ഞാൻ തന്നെയാണ് ആ ഒരു കൊലയാളി. ഞാൻ അകത്തേക്ക് പോകുന്നതും ആരും കണ്ടില്ല. എന്റെ വിരലടയാളങ്ങൾ ഒന്നും അവിടെ അവശേഷിപ്പിച്ചില്ല. അതെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടാണ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ്. എന്നെ പിടിക്കാനായിട്ട് ഒരു തെളിവുമില്ല എന്നെല്ലാം പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് നമ്മുടെ ജെർമിസ് പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെ നിന്നിങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ ജെർമിസ് നടന്നു പോകുമ്പോൾ നമ്മുടെ ഹീറോയിനും അവന്റെ പുറകെ തന്നെ എഴുന്നേറ്റിട്ട് അവൻ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നടക്കുന്നു. അവൻ എന്തൊക്കെയാണോ കാണിക്കുന്നത് അതുപോലെ തന്നെ കാണിച്ച് അവന്റെ പുറകെ തന്നെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ജെർമിസ് നേരെ വാഷ്റൂമിലേക്ക് വീണ്ടും കയറി പോകുമ്പോൾ ഹീറോയിൻ പുറകെ ചെന്നിട്ട്, സോറി ജെർമിസ്, ഞാൻ ഈ ഒരു കഥ പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ജെർമിസ് പറയും, പിന്നെ എന്തിനാ നീ ഇത്രയും കാര്യങ്ങളോടെ പറഞ്ഞേ? ഇസബെല്ലയെ കാണാതായതിനെ പറ്റിയുള്ള നിനക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നീ എന്നോട് പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഹീറോയിൻ പറയും, ഓ അപ്പോൾ നിനക്ക് ഇസബെല്ലയെ അറിയാല്ലേ? അപ്പോൾ ജെർമിസ് പറയും, ഹേയ് നീ തമാശ പറയുന്നത് നിർത്ത്. നീ ഇതെല്ലാം ചെയ്യുന്നത് വെറുതെ അല്ലാന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ നിന്നെ ഉപദ്രവിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ പറയും, അതെ നീ ധൈര്യമായിട്ട് ചെയ്തോ, കാരണം ഞാൻ തന്നെയാണ് നിന്റെ പെർഫെക്റ്റ് എനിമി. അപ്പോൾ ജെർമിസ് വീണ്ടും ചോദിക്കുന്നുണ്ട്, സത്യം പറയും നിനക്ക് എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, എനിക്ക് മരിക്കണം. അത് നീ ചെയ്യാൻ പറയുമ്പോൾ അവനൊന്നും ചെയ്യത്തില്ല. അതേസമയം ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുന്നേ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവസാനമായിട്ടുള്ളത് നമ്മുടെ ജെർമിസ് മാത്രമാണ്. അപ്പോൾ അവനെ ഈ ഒരു എയർപോർട്ടിൽ അനൗൺസ്മെന്റ് ചെയ്ത് അവനെ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ജെർമിസ് ഹീറോയിനോട് പറയുന്നുണ്ട്, നിന്നോട് ആരോ പറഞ്ഞു വിട്ടു ഈ ഒരു സത്യങ്ങളെല്ലാം ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന്. പക്ഷെ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഹീറോയിൻ പറയും, പക്ഷെ അതാണ് സത്യം, ഞാനാണ് നിന്റെ ഭാര്യയെ കൊന്നത്. അതിന് നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ജെർമിസ് പറയും, എനിക്ക് അതിനെ കൊണ്ട് കഴിയത്തില്ല. നിനക്ക് മരിക്കണമെന്നുണ്ടെങ്കിൽ നീ സ്വയം പോയി മരിച്ചോ. എന്റെ ഭാര്യ ഇസബെല്ല അവൾ കാണാതായെന്നുള്ളത് അത് സത്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ
പക്ഷെ നിന്നെ ഞാൻ ഒരിക്കലും കൊല്ലാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ച് അവിടെയുള്ള ഒരു കണ്ണാടിയിലേക്ക് അങ്ങനെ ഇടിക്കുകയാണ്. അതേസമയം വീണ്ടും ഈ ഒരു എയർപോർട്ടിൽ അവരെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ജെർമിസ് ഹീറോയിനോട് പറയും, ദേ എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ല, ഇനി നീ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും, അതുകൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ആ ഒരു വഴി നീ എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഞാൻ ഇതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അതുകൊണ്ട് നീ ഇനി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നീ എന്നെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജെർമിസ് പറയും, ഇവിടെ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ഒരാൾ എന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു, എന്നിട്ട് എന്നോട് ഒരുപാട് സംസാരിക്കുന്നു, എന്നിട്ട് പറയുന്നു വർഷങ്ങൾക്ക് മുന്നേ കാണാതായി എന്റെ ഭാര്യയെ കൊന്നത് നീയാണെന്ന്. എന്റെ ഭാര്യയെ കാണാതായിട്ട് ഏകദേശം 20 വർഷമായി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ആ ഒരു സമയത്ത് നീ ജനിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നീ എന്റെ ഭാര്യ എങ്ങനെ കൊല്ലും? അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത് വെറും കള്ളമാണ് എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും ഈ ഒരു എയർപോർട്ടിൽ നിന്ന് ജെർമിസിനെ വിളിക്കുന്നതും അപ്പോഴേക്കും ഹീറോയിൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ എന്നെ കൊല്ലാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം അത് വിമാനമാണ്, ഞാനും നിന്നോടൊപ്പം യാത്ര ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജെർമിസ് ഓടിച്ചെന്നിട്ട് ടിക്കറ്റ് കാണിച്ച് ചെക്ക് ഇൻ ചെയ്ത് ആ ഒരു ചെറിയ പാലത്തിലൂടെ വിമാനത്തിനകത്തേക്ക് നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ജെർമിസ് പുറകിലേക്ക് നോക്കുന്നുണ്ട് അവള് വരുന്നുണ്ടോ ഇല്ലയോന്ന്. പക്ഷെ അവള് വരുന്നില്ല. അങ്ങനെ അവസാനം വിമാനത്തിനകത്തേക്ക് കയറി അവിടെ നോക്കുമ്പോഴത്തേക്കും അപ്പോഴും അവള് വന്നിട്ടില്ല. അങ്ങനെ സീറ്റിലേക്ക് വന്നിരുന്നിട്ട് ജെർമിസ് വീണ്ടും ഇങ്ങനെ നോക്കാണ് അവൾ കയറുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഒരുപാട് നേരം നോക്കിയിരിക്കുമ്പോൾ വിമാനത്തിന്റെ ആ ഒരു ഡോർ അടച്ചു. ഇനിയിപ്പോൾ വിമാനം സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ പൈലറ്റ് ആണെങ്കിലും വിമാനം സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ ജെർമിസ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഹേയ് എനിക്ക് വെളിയിൽ പോകണമെന്ന് പറയുമ്പോൾ ഇവരായത് സമ്മതിക്കില്ല. സോറി സാർ, ഇനിയിപ്പോൾ വെളിയിൽ പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ നിർബന്ധം പിടിച്ച് ആ ഒരു ഡോറും തുറന്ന് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടി. അങ്ങനെ ഓടി ഓടി ഇവർ സംസാരിച്ചല്ലോ ആ ഒരു വശത്തേക്ക്, ആ ഒരു എയർപോർട്ടിനകത്ത് ആ ഒരു ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ അവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ ജെർമിസ് നേരെ അവളുടെ മുന്നിലേക്ക് വന്നിട്ട് അവളോട് ചോദിക്കും, സത്യം പറയും എന്റെ ഭാര്യ മരിച്ചോ? അപ്പോൾ ഹീറോയിൻ പറയും, അപ്പോൾ നിനക്ക് എന്റെ കഥകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ? അപ്പോൾ ജെർമിസ് പറയും, ഹേയ് ഒരിക്കലും അങ്ങനെയല്ല, അത് നിന്റെ കഥകളല്ല, അത് എന്റെ കഥകളാണ്. സത്യം പറയും ഇസബൽ എവിടെയാണ്? അപ്പോൾ ഹീറോയിൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ കഥകൾ എന്താണെന്ന് എന്നോട് പറ, അങ്ങനെയാണെങ്കിൽ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിന്നോട് പറയാം. നിനക്കെന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ജെർമിസിന്റെ സ്റ്റോറി അവൻ ഇങ്ങനെ പറയുന്നത്. അതൊരു ഫെബ്രുവരി ആയിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറി. അത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം. അങ്ങനെ ഞങ്ങളുടെ ജീവിതം അവിടെ നല്ലതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പോകെ അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. കാരണം വേറെ ഒന്നുമല്ല, ജെർമിസിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് കാരണം ഇവർ രണ്ടുപേരും പതിയെ അകലാൻ തുടങ്ങി. കൂടുതലായിട്ടും ഇസബല തന്നെയാണ് ജെർമിസിൽ നിന്ന് അകലാൻ തുടങ്ങിയത്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ജെർമിസിന് ഇസബലയെ സംശയമായിരുന്നു. അവൾക്ക് മറ്റാരോടോ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിൽ വീണ്ടും പ്രശ്നം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു എയർപോർട്ട് തന്നെ നിർമ്മിക്കുന്നത്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ ഇസബലയെ കാണാനായിട്ട് വന്നു. അങ്ങനെ വീട്ടിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. അവൾ അടുത്ത ദിവസം പാരീസിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പോവാണ്. പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് അവളോടൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ഒന്നാവാന്നല്ല ഞാൻ സംസാരിച്ചു നോക്കി. പക്ഷെ അപ്പോഴും അവൾ എന്നെ ഉപേക്ഷിക്കാനായിട്ട് തന്നെയായിരുന്നു തയ്യാറെടുത്തിരുന്നത്. അന്നാണ് ഞാൻ അവളെ അവസാനമായിട്ടും കാണുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് എന്റെ ജീവിതത്തിലേക്ക് പോയി. കുറെ നാളുകൾക്ക് ശേഷം ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഞാൻ അപ്പോഴും തിരിച്ചു ചെല്ലുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൾ എന്നോട് ക്ഷമിക്കുമെന്ന്. പക്ഷെ ഒരിക്കലും അത് സംഭവിച്ചില്ല. ഞാൻ അന്ന് ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. അന്ന് ഞാൻ അവളെ വിട്ടു പോകുമ്പോൾ അവൾ പ്രഗ്നന്റ് ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ജെർമിസ് ഹീറോയിനോട് പറഞ്ഞിട്ട് അവളോട് തന്നെ ചോദിക്കാണ്, ഇനി നീയാണോ എന്റെ മകൾ? അവൾ പറയും, അതെ ഞാൻ തന്നെയാണ് നിന്റെ മകൾ. ഞാനൊരു ഡച്ചുകാരിയാണെന്ന് ആദ്യം തന്നെ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ജെർമിസ് കേട്ടുന്നത്, ഹേയ് അല്ലല്ല, ഇതൊന്നും സത്യമല്ല, നീ എന്നെ പറ്റിക്കാണ്. അതുകൊണ്ട് നിനക്ക് എന്താ വേണ്ടേ എന്നോട് പറയ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, നീ ഇപ്പോൾ ശബ്ദം കുറച്ച് എന്നോട് സംസാരിക്കണം, കാരണം നീ ഇപ്പോഴും വിമാനത്തിൽ യാത്ര ചെയ്യാണ് എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ തള്ളുമ്പോഴത്തേക്കും അവൻ ഇപ്പോഴും ആ ഒരു വിമാനത്തിനകത്ത് സീറ്റിലിരിക്കുകയാണ്. അതുപോലെ വിമാനമാണെങ്കിൽ പറന്നുകൊണ്ടേയിരിക്കുന്നു. ജെർമിസിനാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയുന്നില്ല. എന്നിട്ട് അവൻ പെട്ടെന്ന് മുന്നിലത്തെ ഒരു സീറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്നു. പെട്ടെന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ അവിടെ അവൾ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ മുന്നിലിരിക്കുന്നു. ജെർമിസിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവനിപ്പോ തോന്നുന്നതാണോ ഇനിയിപ്പോ റിയൽ ആണോ? അപ്പോൾ ജെർമിസിനൊരു സംശയം, ശരി നീ ആ ഒരു എയർ ഹോസ്റ്റിനോട് ഒരു കോഫി ചോദിച്ചേ എന്നിങ്ങനെ പറയുമ്പോൾ അവൾ ചെന്നിട്ട് കോഫി ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഇങ്ങനെയല്ല, ഉറക്കെ ചോദിക്കുക, അവർക്ക് കേൾക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അവൾ ഉറക്കെ സംസാരിച്ചിട്ടും ആ ഒരു ഇയർ ഹോസ്റ്റിന് അത് കേൾക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹീറോയിൻ റിയൽ അല്ലാന്ന് വേണ്ടി മനസ്സിലായി. അതേസമയം ഓരോരോ ടെസ്റ്റുകളായിട്ട് ഇവിടെ തുടങ്ങുന്നത്. അവൻ ബാത്റൂമിൽ വെച്ചിട്ട് ഹീറോയിനെ പിടിച്ച് ആ ഒരു കണ്ണാടിയിലേക്ക് ഇടിക്കുമല്ലോ. ആ ഒരു സമയത്തും ഹീറോയിൻ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരാളുണ്ടെന്ന് കരുതിയിട്ട് അവൻ സ്വയം അവന്റെ കൈ പിടിച്ച് തന്നെ കണ്ണാടിയിലേക്ക് ഇടിക്കുമായിരുന്നു. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, കുറച്ചുകൂടി ശ്രദ്ധിച്ചിരിക്കും, കഥ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോഴേക്കും ജെർമിസ് പെട്ടെന്ന് ഹീറോയിനോട് ചോദിക്കും, സത്യം പറയും, നീ ആരാ, എന്താ ഇവിടെ ചെയ്യുന്നേ? ആദ്യം മുതൽ ഈ ഒരു സ്റ്റോറിയല്ല എന്നോട് എന്തിനാ പറഞ്ഞത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൾ പറയും, ഈ ഒരു സ്റ്റോറിയുടെ തുടക്കം മുതൽ തന്നെ എനിക്ക് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ആയിരിക്കും എന്റെ കുട്ടിക്കാലം. അതുമല്ല, നീ എന്നെക്കുറിച്ച് ഇങ്ങനെയെല്ലാം ചിന്തിക്കാൻ കാരണം നിനക്ക് ജനിക്കാതെ പോയ ആ ഒരു മകളാണ് ഞാൻ. നീ ഓർക്കുന്നില്ലേ സെമിത്തേരിയിൽ വെച്ചിട്ട് നീ ഇസബലയെ കണ്ടതും അന്ന് രാത്രി തന്നെ നീ അവളെ അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുന്നത്, ആ ഒരു സ്വപ്നം അതെല്ലാം അതുപോലെ തന്നെ അവിടെയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്നത് നമ്മുടെ ജെർമിസ് ആണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെയുള്ള ബാത്റൂമിലേക്ക് ഇങ്ങനെ പോവാണ്.
അപ്പോഴേക്കും നമ്മുടെ ഹീറോയും പുറകെ ചെന്നിട്ട് ആ ഒരു ഡോറിൽ തട്ടി ജെർമിസ് നീ പുറത്തേക്ക് വാ, അവൾ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിരുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അന്ന് ഇസബെല്ലെ കാണാനായിട്ട് ജെർമിസ് പോകുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു സീനാണ് ഇപ്പോൾ കാണിക്കുന്നത്. സത്യം പറഞ്ഞാല് അന്ന് നമ്മുടെ ജെർമിസ് അവിടേക്ക് പോകുമ്പോൾ അവന്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. ആ ഒരു കത്തി ഉപയോഗിച്ച് ജെർമിസ് തന്നെയാണ് തന്റെ ഭാര്യയായിട്ടുള്ള ഇസബെല്ലയെ കുത്തിക്കൊല്ലുന്നത്. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് അവൻ ആൾറെഡി തന്നെ ഇസബെല്ലയെ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിട്ടിട്ട് മറ്റൊരാളോടൊപ്പം പോകുമെന്ന് വിചാരിച്ച് അവൻ തന്നെയാണ് ഇസബെല്ലയെ കുത്തിക്കൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇസബെല്ലയെ കൊന്നതിന് ശേഷം അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ എയർപോർട്ടിലെ അവിടേക്ക് ഇസബെല്ലയുടെ ശരീരം കൊണ്ടുവന്ന് ആ ഒരു എയർപോർട്ടിന്റെ പണി നടക്കുമ്പോൾ തന്നെ ഹീറോയും സംസാരിച്ച് നിന്നിരുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഇസബെല്ലയുടെ ശരീരം കൊണ്ടിട്ട് ആ ഒരു എയർപോർട്ടും അവിടെ കെട്ടിപ്പൊക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജെർമിസിന് അത് ഇസബെല്ലയുടെ ശവകുടീരം മാത്രമാണ്. അതുകൊണ്ടാണ് ആ ഒരു മോഡൽ അവിടെ ചെയ്തു വെക്കുമ്പോഴത്തേക്കും അവൻ അതിലെ നടന്നു പോകുമ്പോൾ അവിടെ രക്തം കണ്ടതുപോലെ അവന് തോന്നുന്നല്ലോ, ആ ഒരു ഭാഗത്താണ് അവളെ കുഴിച്ചു മൂടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം കാണുമ്പോൾ മാത്രം അവൻ അങ്ങനെ തോന്നുന്നത്. ഇനി നമ്മുടെ ജെർമിസിന്റെ മുന്നിൽ ഇത്രയും നേരം നിന്നിരുന്ന ഹീറോയിൻ ആരാണ്? ഇസബെല്ല മരിച്ചതിന് ശേഷമാണ് അവൻ മനസ്സിലാക്കുന്നത് ഇസബെല്ല പ്രഗ്നന്റ് ആണെന്ന്. ഒരുപക്ഷെ അങ്ങനെ ഒരു കുട്ടി ജനിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇത്രയും വർഷം വളർന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലേ അവനോട് വന്ന് ഇതുപോലെയെല്ലാം ചോദിക്കും എന്നുള്ള രീതിയിൽ അവൻ തന്നെ ഇമാജിൻ ചെയ്ത ഒരു കഥാപാത്രം മാത്രമാണ് നമ്മുടെ ഹീറോയിൻ. സത്യത്തില് അവിടെ അങ്ങനെ ഒരു കഥാപാത്രമേ ഇല്ല. സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഇവിടം വരെ കണ്ടതും അത് ജെർമിസിന്റെ തന്നെ ഇമാജിനേഷൻ ആയിരുന്നു. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഹീറോയിൻ പറഞ്ഞ ആ ഒരു കഥകളെല്ലാം അത് ജെർമിസിന്റെ തന്നെ കഥകളായിരുന്നു. സെമിത്തേരിയിലൂടെ പുറകെ പോകുന്നത്, അവളെ ഫോളോ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ ജെർമിസ് ചെയ്ത കാര്യങ്ങളായിരുന്നു. അപ്പൊ ആ ഒരു കുറ്റബോധം കാരണം സ്വയം അവൻ തന്നെ ചിന്തിച്ച കൂട്ടുന്ന കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം അവൻ ആ ഒരു ബാത്റൂമിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് നിറയെ സിമന്റ് കൊണ്ട് ഇങ്ങനെ നിറയുന്നു. അങ്ങനെ ഇത് നിറഞ്ഞു വരുമ്പോഴത്തേക്കും ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാല് അവന്റെ തന്നെ ഇമാജിനേഷൻ ആയിട്ടുള്ള ഹീറോയിൻ അവനെ ആ ഒരു സിമന്റിലേക്ക് മുക്കി താഴ്ത്താണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ എന്താ ചെയ്യുന്നത് വെച്ചാല് അവന്റെ തന്നെ ഓർമ്മകളായിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ തന്നെ മറ്റൊരു രൂപമായിട്ടുള്ള ഹീറോയിനെ ആ ഒരു സിമന്റിനുള്ളിലേക്ക് മുക്കി താഴ്ത്തി അവളെ അങ്ങ് കൊല്ലുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളും അവൻ അതിനകത്ത് നിന്ന് ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ അവൻ ആ ഒരു ബാത്റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ സത്യത്തിൽ ജെർമിസ് തന്നെയാണ് ഒരു മാനസിക രോഗി. അവൻ ചെയ്ത ആ ഒരു കുറ്റം ജീവിതകാലം മുഴുവൻ അവൻ ഈ ഒരു രീതിയിൽ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസവും ഇതുപോലെ അവന്റെ ജീവിതത്തിൽ അവൻ തന്നെ സ്വയം അവനെ കുറ്റപ്പെടുത്തുന്നത് പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവൻ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവന്റെ യഥാർത്ഥ ശത്രു അവൻ തന്നെയാണ് എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയോടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.